ഫാക്കൽറ്റീസോട് പറയുകയാണെങ്കിൽ എവിടെയായിരുന്നു ഇത്രയും കാലം. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഞങ്ങൾ പല ടീച്ചേഴ്സിനെയും കണ്ടിട്ടുണ്ട്. ലൈക് ബികോം ആണെങ്കിലും ACC ആണെങ്കിലും അവര് ടീച്ചേഴ്സിന്റെ രീതിയിലാണ് ഞങ്ങൾ ടീച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നിങ്ങളൊരു CA പ്രൊഫഷണൽസ് ആണ്. അപ്പം നിങ്ങൾ ആ ഒരു എഫേർട്ട് ഇട്ട് ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ അത് വേറൊരു രീതിയിലാണ് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അത് ആ ഒരു ടീച്ചിങ് മെത്തേഡിലാണ് ഞങ്ങൾക്ക് അത് മനസ്സിലായിട്ടുള്ളത്. ഞങ്ങൾ അങ്ങനെ വേറിട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പം നിങ്ങൾ ഞങ്ങളെ സഹിച്ചിട്ടുണ്ട്. ഇപ്പം പഠിക്കുമ്പോൾ സാധാരണ നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു. ആ ഒരു രീതിയിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. എക്സാംസ് ആണെങ്കിലും ACC ആണെങ്കിലും ACCക്ക് വേണ്ടി എന്ന് വെച്ചാൽ ഈ 30 പേപ്പേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ്. അപ്പൊ ഈ പേപ്പേഴ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കിട്ടി ആ ഒരു എന്താ പറയാ ഒരു സർട്ടിഫിക്കറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമേ പഠിച്ചു. അപ്പം ആ ഒരു ടൈമില് ഒരു തിയറിറ്റിക്കൽ നോളജ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഒരു പ്രാക്ടിക്കൽ നോളജ് വേണം. വർക്ക് കയറി കഴിഞ്ഞാൽ എന്താണ് സംഭവം, എന്തായിരിക്കും ആ ഒരു ചിന്ത ഒട്ടുമില്ലായിരുന്നു. പിന്നെയാണ് ഒരു ACC ആ ഒരു ഹാഫ് കഴിഞ്ഞ് മനസ്സിലായത് ഒരു വർക്കിന് കയറി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, ആ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരുന്നത്. പിന്നെയാണ് സ്പെഷ്യൽ ഫോർട്ടീനെ പറ്റി അറിഞ്ഞത്. ഇവരിങ്ങനെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ബേസിസിൽ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു, അതിന് കയറി പാസ്സായി. ഓക്കെ, പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാ പിന്നെ ക്ലാസ്സിന് വന്നോളൂ. പിന്നെ ഞങ്ങൾ കയറി. ആദ്യമൊക്കെ വന്നപ്പോൾ എല്ലാവരുടെയും തലയിൽ ഇടുക്കി വീടുമോ ഇരുന്ന എല്ലാവരോടും താങ്ക് യു. നിങ്ങൾക്കും എല്ലാ അടിപൊളി. ഇനിയും ഞങ്ങളെപ്പോഴത്തെ അടിപൊളി സ്റ്റുഡൻസിനെ കിട്ടണം. ഓക്കെ.